ജയിൽ നോമിനേഷനാണ് കഴിഞ്ഞിരുന്നത്. ജയിലിലേക്ക് അനീഷ് നോമിനേറ്റ് ചെയ്തത് ആദ്യം തന്നെ അനുമോളെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ആദിലയെ നോമിനേറ്റ് ചെയ്തത്. അതും വെറും സില്ലി കാര്യം പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തത്. ആദിലയായിട്ടുള്ള വഴക്കും പിന്നെ കിച്ചണിലെ പ്രശ്നവുമാണ് അനീഷ് പറഞ്ഞത്. കാരണം അത് രാവിലെ വിവാഹം അഭ്യർത്ഥിച്ചപ്പം അതിനെക്കുറിച്ച് അനുമോള് നോ പറയുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു എന്തോ ഒരു പിണക്കിൻ്റെയോ വൈരാഗ്യത്തിൻ്റെ പുറത്താകാനാണ് ചാൻസ്. അല്ലാതെ ഇതൊരു കാരണമല്ലല്ലോ. രാവിലെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ എന്തായാലും ആരും ജയിലിലോട്ട് അയക്കത്തില്ല. ജയിലിൽ കഷ്ടപ്പെടാൻ ആരും ആഗ്രഹിക്കത്തില്ല. അപ്പം അനീഷിന് ആ ഒരു പ്രതികാരമായിരിക്കും. പിന്നെ ആദിലയെയും ആ ഒരു കാര്യം പറഞ്ഞ് തന്നെയാണ്, അനുമോളും ആദിലയും തമ്മിലുള്ള പിണക്കിൻ്റെ കാര്യം പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇഷ്ടപ്പെട്ട് എല്ലാം പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുമ്പം എന്തായാലും അനുമോൾക്ക് അതൊന്നും കൂടി ഒരു ദേഷ്യമല്ലേ പുള്ളിയോടുണ്ടാവത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കത് മനസ്സിലായി അനുമോൾക്ക് കെട്ടാൻ താല്പര്യമില്ലെന്ന്. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് അനീഷ് അനുമോളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്.